ബൾഗേറിയൻ പ്രവാചകയും ജ്യോതിഷിയുമായ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ബാബ വാങ്ക എന്നറിയപ്പെടുന്ന വാങ്കേലിയ പാണ്ഡവ ഗുഷ്തെറോവ അന്ധയായ ജ്യോതിഷിയാണ്. 1996 തന്റെ 85-ാം വയസ്സിലാണ് അവർ അന്തരിച്ചത്. മരിച്ച് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള ആളുകളെ അവരുടെ പ്രവചനങ്ങൾ ആകർഷിക്കുന്നുണ്ട്. 12-ാം വയസ്സിൽ തന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനു ശേഷമാണ് തനിക്ക് പ്രവചനവരം ലഭിച്ചതെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധം, ഡയാന രാജകുമാരിയുടെ മരണം എന്നിവയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ചിലത്. 2025 കുറിച്ചും ഭയാനകമായ നിരവധി പ്രവചനങ്ങൾ ബാബ വാങ്ക നടത്തിയിട്ടുണ്ട്. അവയിൽ പലതും മരണവും നാശവുമായി ബന്ധപ്പെട്ടതാണ്. ലോകമെമ്പാടുമുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ഭയാനകമായ പ്രവചനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വർഷം 3 രാശികളിൽ ജനിച്ചവരെക്കുറിച്ച് അവർ നടത്തിയ പ്രവചനങ്ങളും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ 3 രാശികളിലും ജനിച്ചവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും സംഭവിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ഏരിസ്, ടോറസ്, ജെമിനി രാശികളിൽ ജനിച്ചവരെക്കുറിച്ചുള്ള പ്രവചനമാണ് വാങ്ക നടത്തിയിരിക്കുന്നത്. ഇവരുടെ സാമ്പത്തികവും തൊഴിൽപരവുമായ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത്. മേടം രാശി മാർച്ച് 21-നും ഏപ്രിൽ 19-നും ഇടയിൽ ജനിച്ചവരാണ് ഏരിസ് രാശിയിൽപ്പെട്ടവർ. മേടം രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഈ വർഷം വലിയ മാറ്റങ്ങളും ശ്രദ്ധേയമായ നേട്ടങ്ങളും ഉണ്ടാകും. ഈ വർഷം അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യതയുമുണ്ട്. മേടം രാശിക്കാർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കൂടാതെ ആഗ്രഹിച്ച ഫലത്തിനായി അവർ ക്ഷമയോടെ കാത്തിരിക്കും. അർഹിക്കുന്ന അംഗീകാരവും ആനുകൂല്യങ്ങളും അവരെ തേടിയെത്തും. 2025 മേടം രാശിക്കാർ സാഹസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. കൂടാതെ അവർ തങ്ങളുടെ ആഗ്രഹങ്ങൾ ആവേശത്തോടെ പിന്തുടരുമെന്നും അതിന് അനുകൂലമായ സമയമാണിതെന്നും ബാബ വാങ്ക പറഞ്ഞു. ഏപ്രിൽ 20-നും മെയ് 20-നും ഇടയിൽ ജനിച്ചവരാണ് ടോറസ് രാശിക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 അവർക്ക് ഏറ്റവും സന്തോഷകരവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ വർഷമായിരിക്കുമെന്ന് ബാബ വാങ്ക പറയുന്നു. ദീർഘകാലമായി നടത്തിവരുന്ന കഠിനാധ്വാനത്തിന് ഈ വർഷം അവർക്ക് മികച്ച പ്രതിഫലവും ലഭിക്കും. കഴിഞ്ഞ 2 വർഷത്തോളമായി അവർ തങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കാണുന്നതിനായി ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ ഈ വർഷം മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ അവസരം ലഭിക്കുമെന്നാണ് പ്രവചനം. ദീർഘകാലത്തേക്ക് സാമ്പത്തിക സുരക്ഷ നേടുന്നതിനും ബുദ്ധിപരമായ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും ഈ വർഷം ഇടവം രാശിക്കാർക്ക് അവസരങ്ങൾ ലഭിച്ചേക്കാം. പോസിറ്റീവായും ശുഭാപ്തി വിശ്വാസത്തോടെയും നിലകൊള്ളുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മെയ് 21-നും ജൂൺ 21-നും ഇടയിൽ ജനിച്ചവരാണ് ജെമിനി രാശിക്കാർ. മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ വർഷം കാര്യമായ മാറ്റങ്ങളും അവസരങ്ങളും പ്രതീക്ഷിക്കാമെന്ന് ബാബ വാങ്ക പറയുന്നു. അവരുടെ സർഗാത്മകതയും പ്രശ്നപരിഹാര കഴിവുകളും നേട്ടമായി മാറും. അവ ഉപയോഗിച്ച് പ്രതിസന്ധികളെ മറികടന്ന് സ്ഥിരതയുള്ള ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഈ വർഷം തങ്ങൾ കാത്തിരിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കേണ്ടതും അത്യാവശ്യമാണ്.